lightning and sword BGM. What if this scene in Bahubali? Yes, a second. Bro, ഇത് സെർച്ച് ചെയ്തിട്ട് വന്നാൽ മതി. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. Let's try it. അളിയാ എടാ ഇപ്പം വിഷയം കേട്ടാ. നൈസ് ബ്രോ ഒരു രക്ഷയില്ല, അടിപൊളി. അല്ലല്ല അമ്മ പുതിയ സാധനം. കണക്കിന് വാറ്റിയെടുത്ത് ഓ അല്ലല്ല മോനെ സാധനടാ. കിടില്ല ഒരു രക്ഷയില്ല, അടിപൊളി. നൈസ്. വീക്കിംഗ് her favorite main character. We have to check on this one. എടാ ഈ പയ്യനെ അറിയാം, ഈ പയ്യൻ നമ്മുടെ ലൈവ് കാണും, നമ്മുടെ ലൈവ് കാണുന്ന പയ്യനാണ്. ടൈം പാസിന് നോക്കുന്നതല്ലേ അത്രയുള്ള ഹലോ അളിയാ ലൈവാണ്. വേറെ സ്പീക്കറായിരുന്നു. ഹലോ കോളേജ് ഇവന്റ് അളിയ ബുദ്ധിമുട്ടാണ്. ഗേൾസ് കോളേജാ? അങ്ങനെയാണെങ്കിൽ നോക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കാം. അപ്പൊ നീ എന്നെ ഊപ്പിക്കുന്നതാണ്, പോടാൻ വൈകേ. ഞാൻ ഇത് ലൈവ് ചെയ്തിട്ട് വിളിക്കാം നിന്നെ, നമുക്കൊന്ന് കാര്യമായിട്ട് സംസാരിക്കണം. നീ രാത്രി പറഞ്ഞത് പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാനെന്ന് പറയാ. ഞാനില്ലാണ്ടങ്ങ് പറ്റൂല, ഞാൻ നിന്നോട് മാത്രം ഇത് ഷെയർ ചെയ്യാൻ പോണേ. ഒരേ സമയം രണ്ടുപേരെ ട്യൂൺ ചെയ്തോണ്ടിരിക്കുക. രണ്ട് പെണ്ണുങ്ങളെയാ പിന്നെ രണ്ട് ആണുങ്ങളെയാ കൊണ്ടുവരാൻ. അല്ല ചോദിച്ചേ, അത് ദർശന ഓറഞ്ച് പൊടി ദർശനയാ. എനിക്ക് ഓറഞ്ച് കൊടുത്തു അതിന്റെ മണ്ടക്ക് നീ പോയി ദർശനം വിളിച്ചോണ്ട് വാ. അന്നാ കുറച്ച് അങ്ങോട്ട് പോകാ, ലോലുണ്ട്. കൊള്ളാം, ചില്ലറക്കായ.
ലൂസി ലൂസി അതെന്റെ ചേച്ചിയല്ലേ ലൂസി. തുമ്മിയതാ ആച്ചി എന്ന് പറഞ്ഞതാ ലൂസിയാ. ഇങ്ങനെ അതാ എന്റെ ചേച്ചിനെ വിളിച്ചെന്തേന് എന്ത് സംശയിക്കുന്ന എന്താ അണ്ണ അണ്ണനപ്പൊ എത്ര ട്രസ്റ്റ് ഉള്ളവർക്ക്. ഞാനെന്തിനാ സംശയിക്കുന്നത്? അല്ല എന്താ തുമ്മിയാലും പ്രശ്നം. മനസ്സിലായോ? ഓക്കെ എന്റെ ഭാര്യ പക്ഷേ ലവർ പറഞ്ഞു എന്നെ വിശ്വസിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ലവർ ആയില്ല നിങ്ങള്? ക്രഷാണല്ലേ അണ്ണന് ക്രഷ ദർശനല്ലേ അതിനാ എന്നാ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഇപ്പൊ പ്രൂവ് ആയില്ലേ? ഞാനിപ്പോ ഇട്ട് കൊടുത്താ നീ എന്റെ സിംഗിൾ എന്നല്ലേ പറയുന്നത്. അവിടെ കൊണ്ടുപോകുന്നില്ലേ? നീ ആരാ നോക്കി ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നേ ഡ്രൈവർ. ഇവിടെ ഇറക്കട്ടെ ഓളെ ഇറക്കട്ടെ. ചെറിയ മാത്രമേ കണ്ടുള്ളല്ലേ? ഒന്നും കാണൂല. കത്തി കത്തി എന്നല്ലേ പറയും വെറുതെ. കള്ളൻ ലോലൻ. ഞാനും ഇറങ്ങി. എന്നെ മന്ദാരം വിളിച്ചിട്ട് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ ട്രക്ക് ജോബിലാന്ന് ആ പറഞ്ഞു. അതിനേക്കാ വലിയ കള്ളി. കള്ളൻ അണ്ണാ അണ്ണൻ ഇപ്പഴും മാച്ച് ആവില്ല അണ്ണാ. അതാണ് അണ്ണൻ ഇത്ര വെച്ചെന്ന് പറഞ്ഞു അങ്ങനെ. തന്റെ സാമ്രാജ്യത്തെ സംരക്ഷിക്കുവാനായി നമ്മൾ കണ്ടാണ് ഷൺമുഖം ഇൻ ഫോർ അനദർ മിഷൻ. ആന്റി ഗുണ്ടാസൽ വെച്ചോണ്ടാ മതി. മുന്നിൽ പോയി നിൽക്കില്ല വിട്ടുക്ക് വിറയ്ക്കും. ബ്ലാക്ക് ടു വരുന്ന ഓക്കെ സംഭവം For me after watching Toxic Pluck. എടാ ബോംബ് വെച്ചിട്ട് നിനക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? കാറിന്റെ അകത്ത് കിടന്നിട്ട് കാണണോ ഇനി എടി പഠിച്ചു കളഞ്ഞ എന്റെ ഒരു കൊച്ചു പിള്ളേർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അണിച്ചിട്ട് പോടേ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞോ ഇപ്പൊ നിർത്തിക്കോ. എങ്ങനെ കാണുന്നത്? 4 viewers not a paid out. 4 viewers ആണ്. നീലകണ്ഠന്റെയും നിന്റെയും പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ചേര. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. എടാ കൊള്ളാടാ ഡോക്ടർ ഗെയിമിങ്. നല്ലടാ കൊള്ളാടാ നല്ല രസമുണ്ടാ. സൂപ്പർ നൈസ് കണ്ടന്റ്. ചാട്ടിൽ ചെണ്ടി കൈ നൈസ് ഡോക്കി. അത്ര ഉള്ള മോനെ കേറിയോ? ഇവിടെ കൊറേ എണ്ണത്തിനുണ്ട്. അമ്മക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ എന്നെ ഒന്ന് പൊക്കി പറയാനായിട്ട്. കൊച്ചിക്ക് ട്രെയിൻ വല്ലതും ഉണ്ടോ ഏട്ടാ? വരേണ്ടതൊന്നും വന്നിട്ടില്ല. വന്നാ പറയാൻ വന്നു. ഇതെന്തൊരു വാലും നിലയില്ലാതെ? അതേ പറ്റൂ. വിളിച്ചോണ്ടുവരാനൊന്നും പറ്റൂല. വന്നാ പൊയ്ക്കോളണം. അതല്ല പരാതി വല്ലതും ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ ഉണ്ട് പരാതിപ്പെട്ടി എഴുതി. സദേൺ റെയിൽവേ MD മുമ്പാകെ ബോധിപ്പിക്കുന്ന പരാതി. ഇന്നേ ദിവസം ആലപ്പുഴ സ്റ്റേഷൻ എൻക്വയറി കൗണ്ടറിൽ ഇരുന്നിരുന്ന തളർവാദം പിടിച്ച കുതിരയുടെ പോലെ മുഖമുള്ള ഒരപരാധി മോൻ എന്നോട് അപമര്യാദയായി പെരുമാറുകയുണ്ടായി. കൊച്ചിക്ക് ട്രെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വന്നാൽ പൊയ്ക്കോളണമെന്നാണ് ഈ തന്തയില്ലാത്ത പുന്നാരമോൻ പറഞ്ഞത്. ഇത്തരം സ്വഭാവമുള്ള മൊണ്ണകളെ നിയമിക്കുമ്പോൾ മിനിമം 4 ചവിട്ട് കൊള്ളാൻ ആരോഗ്യമുള്ളവരെങ്കിലും ആയിരിക്കണമെന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളുന്നു. ഇവനെ ചവിട്ടാൻ കഴിയാത്തതിലുള്ള വേദനയോടെ അലക്സാണ്ടർ ഫെലിക്സ്.
റോബിനോടാ? ഓക്കെ ചന്ദ്ര, ഞാൻ ലാസ്റ്റ് ഡിസ്കൗണ്ടിൽ ഇട്ട വീഡിയോ നോക്കാവോ? ഇറ്റ്സ് റിക്വസ്റ്റ് ഹാപ്പി. നോക്കാം. കൊള്ളാം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്നാ ഓർമ്മകൾ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ളതല്ലേ, അതൊരിക്കലും ആരും കുറ്റപ്പെടും. ഇവൻ നമ്മളെ സെഡ് ആക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. നമ്മളെ സെഡ് ആക്കാനുള്ള പരിപാടിയാണ് ഈ ഇവൻ ഹാപ്പി ഏരി ഏതോ ഇത് നൈസ് വീഡിയോ. ഹാപ്പി ആയിരിക്കും. നല്ല വീഡിയോ. താങ്ക് യു സോ മച്ച്. ആ കരയിലാരാന്ന് നോക്കി തവള കണ്ടാലും ആരാണോ നിങ്ങക്ക് മനസ്സിലായില്ലേ? വലത്ത് നിന്ന് ആദ്യം ഭരതൻ, തൊട്ടടുത്ത് നിൽക്കുന്നത് പിന്നെ ഓജി വീഡിയോ ഉണ്ടല്ലോ, അത് സീനല്ലേ? കുഞ്ഞനന്ത്, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ്, തൊട്ടപ്പുറത്ത് ചാരി നിൽക്കുന്നത് ഹൈദ്രു. 4 കുപ്പിക്കണ്ടങ്ങളാ മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. കല്യാണത്തിന് മാറാപ്പും തോളി കെട്ടി ആകാശവും ഭൂമിയും പോകുന്നു. വെള്ളിത്താരം കൊണ്ട് മുടി കെട്ടി പൂവും ചൂടി വാമേക പെണ്ണും പോകുന്നു. കൊള്ളാം. നല്ല മിക്സ് കേട്ടോ. പക്ഷെ ഒരു കട്ട് ചെയ്ത് എന്തോ ഒരു കട്ടിങ്ങിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു പാട്ട് ഭയങ്കരമായിട്ട് സിങ്ക് ആവുന്നില്ല. എനിവേസ് കൊള്ളാം. ഹലോ ചന്ദ്ര വലിച്ചു തന്നെ ഇപ്പൊ ആര് വിളിച്ച്? LX വലിച്ചു. ഓക്കെ ഓക്കെ. വേണം പൊൻവിളക്ക് പൊന്നായി മാറ്റാൻ. എന്റെ കുട്ട എവിടുന്നൊക്കെയാ